ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സയൻസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏറ്റവും അടുത്ത് കിടന്ന LGS ലെവലിലുള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓഫീസ് അറ്റൻഡന്റിന്റെ പരീക്ഷയ്ക്ക് നല്ല കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സയൻസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ അങ്ങനെ കുറച്ച് കാര്യമായിട്ട് തന്നെ വരുന്ന രീതിയിൽ വെറും ഒൺവേർഡ് ആയിട്ടല്ലാതെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തത്, കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, ഇത് നമ്മുടെ സയൻസ് എന്ന് പറയാൻ പറ്റില്ല, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമ്മൾ നോർമലി നമ്മുടെ ബയോളജിയുടെ കൂട്ടത്തിൽ കുറച്ച് ആരോഗ്യക്ഷേമ പ്രവർത്തനം പഠിക്കില്ലേ, അപ്പൊ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണെന്നറിയാമോ? തന്മുദ്രയാണ്. ഏതാണ്? തന്മുദ്ര. ഓക്കെ, തന്മുദ്രയാണ്. തന്മുദ്ര. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനെ ഒന്ന് വലിയ രീതിയിലേക്ക് മാറ്റി നിന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി PSC ശ്രമിച്ചതാണ് ഈ ഒരു രീതിയിൽ കാണുന്നത്. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോർമലി പഠിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ്. കാണുമ്പോൾ നമ്മൾ പാനിക് ആവണ്ട, പഠിക്കുന്ന ഒരു പോയിന്റ് തന്നെ. ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നവജാത ശിശുവിന്റെ ശരീരത്തിൽ എത്ര അസ്ഥി ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 300ഓളം അസ്ഥി ഉണ്ടാവും എന്ന് പറയും അല്ലെ. പക്ഷേ ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? അത് 206 ആണ് അല്ലെ. പ്രായപൂർത്തിയായ ആളുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ചോദിക്കുമ്പോൾ 206 ആണ്. അപ്പോൾ ഈ അസ്ഥികളിൽ പലതും ഫ്യൂസ് ആകുന്നുണ്ട് അല്ലെ, കൂടി ചേർന്നിട്ടാണ് അസ്ഥിയുടെ എണ്ണം കുറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, 300 to 216, 300 to 260, 300 to 206, 300 to 204 എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? 300ൽ നിന്ന് 206 ആയിട്ട് കുറയുന്നു. അപ്പൊ നമ്മുടെ പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ചോദിക്കുമ്പോൾ 206 ആണ്. പിന്നെ ഒരു ശിശു വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണം എന്താണ് ചെയ്യുന്നത്? ഒരു ശിശു വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണം കുറയുന്നു അല്ലെ. ശിശു വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? അസ്ഥികളുടെ എണ്ണം കുറയുന്നു. അറിയാലോ, 206 ആയിട്ട് കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? അപ്പൊ മോണയുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന വിറ്റാമിൻ ഏതാണ്? ആലോചിച്ച് നോക്ക്. വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ C ആണ്. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. LGS ലെവൽ പരീക്ഷയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വിറ്റാമിൻ C ആണ് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാം. അപ്പൊ തന്നിരിക്കുന്നതിൽ വിറ്റാമിൻ C അടങ്ങിയ സംഗതികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഏതൊക്കെയാണ്? നെല്ലിക്കയിൽ നല്ലോണം വിറ്റാമിൻ C ഉണ്ട് അല്ലെ. നെല്ലിക്കയിൽ നന്നായിട്ട് വിറ്റാമിൻ C അടങ്ങിയിട്ടുണ്ട്. ഇനി ചീരയിലാണെങ്കിൽ വിറ്റാമിൻ A ആണ് കാര്യമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, വിറ്റാമിൻ A ആണ് കാര്യമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇനി മുരിങ്ങയിലോട്ട് പോകുമ്പോൾ അവിടെ വിറ്റാമിൻ Aയും അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ Cയും അടങ്ങിയിട്ടുണ്ട്. മുട്ടയിലേക്ക് പോകുമ്പോൾ വിറ്റാമിൻ C ഇല്ല. മുട്ടയിലേക്ക് പോകുമ്പോൾ വിറ്റാമിൻ C നമുക്ക് അവിടെ കിട്ടുന്നില്ല. ഓക്കെ, ശരി. അപ്പൊ നമുക്കറിയാം 1, 3 ആണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ Aയിലാണ് 1, 3 കിടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വന്നു, ഇപ്പൊ നമുക്ക് ഇലവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ നോർമലി വിറ്റാമിൻ A ആണല്ലോ കൂടുതലായിട്ടും ഇലവർഗ്ഗങ്ങളിൽ ഉണ്ടാവുക അല്ലെ. നോർമലി നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ തോന്നും. അപ്പം ഇനി മുരിങ്ങയിലയിൽ വിറ്റാമിൻ C ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം വന്നു എന്ന് വിചാരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓപ്ഷൻസിലേക്ക് നന്നായിട്ട് നോക്കണം. നമുക്ക് ഓപ്ഷൻ മാറ്റിക്കൊണ്ട്, ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഏതെങ്കിലും ആൻസറിലോട്ട് എത്താൻ പറ്റുമോ നമ്മളത് നോക്കണം. നമുക്ക് നോക്കാം. എന്തായാലും നെല്ലിക്ക ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പൊ 1 എന്നുള്ളത് എന്തായാലും ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഇവിടെ 1 എന്നുള്ളത് എന്തായാലും ഉണ്ടെന്ന് പറയുമ്പോൾ ആകെപ്പാട് ഓപ്ഷൻ A മാത്രമേ അവിടെ 1 ഓപ്ഷനിൽ വരുന്നുള്ളൂ. കണ്ടോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഓപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. നെക്സ്റ്റ് നോക്കാം. ഇത് കണ്ടോ, നമ്മൾ പഠിക്കുന്ന സെയിം സാധനം തന്നെ, പക്ഷെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ബോക്സ് ഒക്കെ വരച്ച് തന്നിരിക്കുകയാണ്. അപ്പൊ അതിലൊന്നും നിങ്ങൾ വീഴരുത്. എങ്ങനെ തന്നാലും വായിച്ചു നോക്കുമ്പോൾ നമ്മൾ പഠിച്ച സിമ്പിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്ന് കൊടുത്തിട്ടുണ്ട്. ലോല പയറാണ്, ഹ്രസ്വ നെല്ലാണ്, സൽകീർത്തി വെണ്ടയാണ്, ചന്ദ്രശേഖര എന്തെന്ന് ചോദിച്ചു. അപ്പൊ ഈ മുകളിലത്തെ 3 തരേണ്ട ആവശ്യം പോലും അവിടെ ഇല്ല. പക്ഷെ കാണുമ്പോൾ ഒന്ന് അയ്യോ ഇതെന്തോ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനത്തെ തോന്നലുകളിലൊന്നും വീഴരുത്. എത്ര വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് അറിയുന്ന സാധനം ആയിരിക്കും എന്ന് അങ്ങ് വിചാരിച്ചുകൊണ്ടാൽ മതി കേട്ടോ. ചന്ദ്രശേഖര എന്താണ്? എപ്പോഴും പഠിക്കുന്ന സാധനമല്ലേ ചന്ദ്രശേഖര എന്ന് പറഞ്ഞാൽ? തെങ്ങാണ് അല്ലെ. തെങ്ങിന്റെ ഇനമാണ് എന്ത്? ചന്ദ്രശേഖര അല്ലെ. നമ്മുടെ എന്താണ്? തെങ്ങിന്റെ ഇനമാണ്. നെക്സ്റ്റ്, ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക.
ഇതും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്ന സാധനമാണ്. കടലിലെ മഴക്കാടെന്ന് അറിയപ്പെടുന്നത് എന്താണ്? പവിഴപ്പുറ്റുകളാണെന്ന് നമുക്കറിയാം. പവിഴപ്പുറ്റുകളാണ് കടലിലെ മഴക്കാടുകൾ എന്ന് അറിയപ്പെടുന്നത്. പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാതെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 1 പവിഴപ്പുറ്റാണ്, 2 കണ്ടൽ വനങ്ങളാണ്, 3 സസ്യപ്ലവകങ്ങളാണ്. ഇതിൽ കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കടലിലെ മഴക്കാടുകൾ? പവിഴപ്പുറ്റുകളാണ്. അപ്പൊ 1 മാത്രം അല്ലെ? 1 മാത്രം ഓപ്ഷൻ ഡി ആണ്. 1 മാത്രം ഓപ്ഷൻ ഡി. അപ്പൊ വളരെ സിമ്പിൾ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ പരീക്ഷയ്ക്ക് ഇപ്പൊ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓഫീസ് അറ്റൻഡന്റിന്റെ പരീക്ഷയ്ക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. അപ്പോൾ LGS ലെവലാണ്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം തന്നെ അതിനൊന്ന് പേടിപ്പിക്കും. ഇതൊക്കെ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ എന്തോ ആണെന്ന് നമ്മളെ വിചാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് PSC ഇടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ടെൻഷൻ ആവാണ്ട് എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചു നോക്കിയാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇപ്പൊ കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? പവിഴപ്പുറ്റുകളാണ്. പവിഴപ്പുറ്റുകളാണ് കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത്. പവിഴപ്പുറ്റുകൾ ആണ്. അടുത്തത്, വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ആരോഗ്യക്ഷേമം അല്ല, ഇത് ജസ്റ്റ് ആ ഒരു പദ്ധതിയുടെ കൂടെ വന്നപ്പോൾ ഞാൻ അത് ഉൾപ്പെടുത്തിയതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അത്? കുരുവിക്കൊരു കൂട് എന്നുള്ളതാണ്. ഏതാണ്? കുരുവിക്കൊരു കൂട് എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പേര്. കുരുവിക്കൊരു കൂട്. അടുത്തത്, കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവലിനം ഏത്? കേരള കാർഷിക സർവകലാശാലയാണ് ഉദ്ദേശിച്ചത്. അത്യുൽപാദന ശേഷിയുള്ള പാവലിനം, അത് പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. പാവലിനം ഏതാണ്? പ്രിയങ്ക അല്ലെ? പ്രിയങ്കയാണ്. പ്രിയങ്ക. പവിത്ര എന്തിന്റെ ഇനമാണ്? നെല്ല് അല്ലെ? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ നെല്ലാണ്. നീലിമ എന്താണ്? നീലിമ, ഹരിത, സൂര്യ, ശ്വേത എന്താണ്? വഴുതനയാണ്. വഴുതനയാണ്. മുക്തി, ശക്തി, മുക്തി, അനഘ, അക്ഷയ എന്താണ്? തക്കാളി. ശക്തി, മുക്തി, അനഘ, അക്ഷയ തക്കാളിയാണ്. അറിയാലോ, തക്കാളിയാണ്. നെക്സ്റ്റ്, ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു, കാരണം എന്ത്? അപ്പോ ഒരു വെള്ളത്തിൽ പാതി താഴ്ത്തിയ സ്കെയിൽ ഒടിഞ്ഞതായി തോന്നാൻ കാരണം, അതല്ലെങ്കിൽ ജലത്തിൽ പാതി താഴ്ത്തിയ പെൻസിൽ ഒടിഞ്ഞതായി തോന്നാൻ കാരണം, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? അപവർത്തനമാണ്. മിക്കവാറും ഉള്ള തോന്നലുകൾക്കെല്ലാം കാരണം എന്താണ്? അപവർത്തനമാണ് അല്ലെ? തോന്നലുകൾക്കെല്ലാം കാരണം. ജലാശയം ആഴം കുറവായി തോന്നാൻ കാരണം അപവർത്തനമാണ്. ഓക്കെ. പിന്നെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നാൻ കാരണം എന്താണ്? അപവർത്തനമാണ്. ഇനി മഴവില്ലുണ്ടാകുമ്പോൾ ആ മഴവില്ലുണ്ടാവാനുള്ള കാരണമാണ് ചോദിക്കുന്നതെങ്കിലോ, മഴവില്ലുണ്ടാവാനുള്ള കാരണം നമുക്ക് പ്രകീർണനം പറയാം. പ്രകീർണനം, അതേപോലെ അപവർത്തനം. പ്രകീർണനം, അപവർത്തനം, പിന്നെ പൂർണ്ണാന്തര പ്രതിപതനം. പ്രകീർണനം, അപവർത്തനം, അതേപോലെ പൂർണ്ണാന്തര പ്രതിപതനം. ഇത് മൂന്നും എന്തിനാണ്? ഈ 3 എണ്ണം ഉണ്ട് മഴവില്ലുണ്ടാവുന്ന അതിന്റെ പിന്നില്. പിന്നെ മരീചിക ഉണ്ടാവാൻ കാരണം ചോദിച്ചാൽ, മരീചിക എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന് തോന്നുന്നതാണ് മരീചിക. അപ്പൊ അതൊരു തോന്നലാണ്, നമുക്ക് വെള്ളം ഇല്ല യഥാർത്ഥത്തില്. അപ്പൊ നമുക്ക് എന്ത് പറയാം ആൻസർ ആയിട്ട്? അപവർത്തനം പറയാം. ഇനിയിപ്പോ ഓപ്ഷനിൽ അപവർത്തനം ഇല്ല എന്ന് വിചാരിക്കൂ. മരീചിക ഉണ്ടാവാൻ കാരണം എന്തെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, പക്ഷെ ഓപ്ഷനിൽ അപവർത്തനം ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഓപ്ഷനിൽ അപവർത്തനം ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാകും? അവിടെ പൂർണ്ണാന്തര പ്രതിപതനം ഉണ്ടാവും. ഓക്കെ, പൂർണ്ണാന്തര പ്രതിപതനം അവിടെ ഉണ്ടാകും. അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിന്റെ കാരണം അപവർത്തനവും പൂർണ്ണാന്തര പ്രതിപതനവും രണ്ടും കൂടി ചേർന്നിട്ടാണ് മരീചിക ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അപവർത്തനം ഇല്ലെങ്കിൽ പൂർണ്ണാന്തരിക പ്രതിപതനം എഴുതണമെന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? ശരി. ഓക്കെ. ഇനി ഉദയസൂര്യന്റെയും അസ്തമയ സൂര്യന്റെയും നിറം കടും ചുവപ്പാവാൻ കാരണം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ വിസരണമാണ്. ഓക്കെ, വിസരണമാണ് അതിന്റെ ആൻസർ. വിസരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏത്? മലമ്പനിയുടെ വാഹക ജീവി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മലമ്പനി ഉണ്ടാക്കുന്ന പരാതജീവിയുടെ പേരെന്താണ്? പ്ലാസ്മോഡിയം. പ്രോട്ടോസോവയാണ്, പ്ലാസ്മോഡിയം ആണ്. മാരകമായ മലമ്പനി ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ് എന്നറിയാം. ഇത് വാഹക ജീവി. അതിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ജീവി ഏതാണ്? അപ്പൊ കൊതുക് മുഖേന ഉണ്ടാകുന്ന ഒരു രോഗമാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ. അതിൽ തന്നെ അനോഫിലസ് പെൺകൊതുകാണ് മലമ്പനി ഉണ്ടാക്കുന്നത്. അനോഫിലസ് പെൺകൊതുകാണ്. ഓക്കെ, അനോഫിലസ് പെൺകൊതുകാണ് മലമ്പനി ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഹെപ്പറ്റൈറ്റിസ് ഒരു വൈറസ് രോഗമാണ്. പോളിയോ വൈറസ് രോഗമാണ്. നമ്മുടെ ചിക്കൻ ഗുനിയ വൈറസ് രോഗമാണ്. വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഡിഫ്തീരിയാണ്. ഡിഫ്തീരിയ എന്ത് കാരണം ഉണ്ടാകുന്നതാണ്? ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഡിഫ്തീരിയ. ബാക്ടീരിയയുടെ പേരെന്താണ്? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ അല്ലെങ്കിൽ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്നത്.
തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ്? ഡിഫ്തീരിയാണ്. ഓക്കെ, തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന അസുഖം ഡിഫ്തീരിയാണ്. ഡിഫ്തീരിയയുടെ ടെസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ഷിക്ക് ടെസ്റ്റ് ആണ്. ഷിക്ക് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫ്തീരിയ തിരിച്ചറിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് രോഗമാണെന്നറിയാം. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് HIV വൈറസ് ആണെന്നറിയാം. ഈ എയ്ഡ്സ് ഒരാളുടെ ഏത് വ്യവസ്ഥേനെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രതിരോധ വ്യവസ്ഥേനെയാണ് ബാധിക്കുന്നത്. അല്ലെ, എയ്ഡ്സ് ബാധിക്കുന്ന വ്യവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ പ്രതിരോധ വ്യവസ്ഥയാണ്. ഇനി എയ്ഡ്സ് ബാധിക്കുന്ന കോശം ഏതെന്ന് ചോദിച്ചാൽ അത് ലിംഫോസൈറ്റ് ആണ്. അല്ലെ, എയ്ഡ്സ് ബാധിക്കുന്ന കോശം ഏതെന്ന് ചോദിച്ചാൽ അത് ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം, എയ്ഡ്സ് ആ ഒരു വൈറസ് ലിംഫോസൈറ്റിനെ ബാധിക്കുമ്പോഴത്തേക്കും അതിന്റെ എണ്ണത്തിൽ കുറവുണ്ടാവുന്നു. അങ്ങനെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു പോകുന്നു. അല്ലെ, പ്രതിരോധ ശേഷി പോകുന്ന അസുഖമാണ് എയ്ഡ്സ്. അപ്പൊ അത് ശരിയാണ്. HIV ബാധിച്ച അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നുണ്ടോ? തീർച്ചയായിട്ടും പകരുന്നുണ്ട്. അപ്പൊ അതും ശരിയാണ്. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരുന്നു ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ എയ്ഡ്സ് പകരുന്നില്ല. ഓക്കെ, അപ്പൊ എയ്ഡ്സ് പകരുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു 4 മാർഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ലൈംഗിക ബന്ധത്തിലൂടെ, എയ്ഡ്സ് ബാധിതരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് രോഗം വരുന്നു. പിന്നെ HIV ബാധിതയായിട്ടുള്ള അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് വരുന്നു. ഇനി നമ്മുടെ അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, ഒരു എയ്ഡ്സ് രോഗിയിൽ ഉപയോഗിച്ച ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാണ്ട് നോർമൽ ഒരു മനുഷ്യരിലേക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെന്താണ്? പിന്നെ നമ്മുടെ HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ, HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെയും ഈ രോഗം എന്ത് ചെയ്യാം? ഒരാളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് എയ്ഡ്സ് ബാധിക്കാവുന്ന 4 കാര്യങ്ങൾ. അല്ലാതെ ഒരുമിച്ച് കുളിക്കുന്നതിലൂടെയോ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതിലൂടെയോ വസ്ത്രങ്ങൾ പങ്കിടുന്നതിലൂടെയോ ഒന്നും എയ്ഡ്സ് രോഗം എന്ത് ചെയ്യുന്നില്ല? പകരുന്നില്ല. ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ എയ്ഡ്സ് പകരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ഒരേ ശൗചാലയം അല്ലെങ്കിൽ ഒരേ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുന്നതിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല. അപ്പൊ അത് തെറ്റാ. അപ്പൊ 1ഉം 2ഉം ആണ് ശരി. ഓപ്ഷൻ A ആണ് ആൻസർ. 1ഉം 2ഉം ആണ് ശരി. 1ഉം 2ഉം ആണ് ശരി. നെക്സ്റ്റ്, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? ഏതാണ്? അത് മാംസ്യമാണ്. ഓക്കെ, മാംസ്യമാണ്. പ്രോട്ടീൻ അല്ലെ, മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ് ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും വേണ്ടുന്നത്. മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ്. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഊർജം തരുന്നത് ധാന്യകമാണ്. അറിയാലോ. നെക്സ്റ്റ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വിറ്റാമിൻ A ബെറിബെറി ആണോ? അല്ല, വിറ്റാമിൻ B ആണ്. അല്ലെ, വിറ്റാമിൻ B യുടെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. വിറ്റാമിൻ B കണാന്ന് എഴുതിയിരിക്കുന്ന തെറ്റ്. വിറ്റാമിൻ D ആണ് കണയ്ക്ക് കാരണമാവുന്നത്. വിറ്റാമിൻ D യുടെ കുറവാണ്. വിറ്റാമിൻ C സ്കർവി ആണോ? ശരിയാണ്. വിറ്റാമിൻ C യുടെ അപര്യാപ്തത രോഗമാണ് ഏത്? സ്കർവി. സ്കർവി അറിയപ്പെടുന്ന ഒരു വിശേഷണം ഉണ്ടല്ലോ. എന്താണ് സ്കർവി അറിയപ്പെടുന്ന വിശേഷണം? നാവികരുടെ പ്ലേഗ്. അല്ലെ, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. വിറ്റാമിൻ D നിശാന്തത എന്ന് എഴുതുന്നത് തെറ്റാണ്. വിറ്റാമിൻ A യുടെ കുറവ് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? നിശാന്തത ഉണ്ടാകുന്നത് വിറ്റാമിൻ A യുടെ കുറവ് കൊണ്ടാണ്. അപ്പൊ വിറ്റാമിൻ A യുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന 2 രോഗങ്ങളാണ്. ഒന്ന് നിശാന്തത, മറ്റൊന്ന് സിറോഫ്താൽമിയ. നിശാന്തതയും സിറോഫ്താൽമിയയും. വിറ്റാമിൻ B1ന്റെ കുറവ് കൊണ്ടുണ്ടാവുന്നതാണ് ബെറിബെറി. ഓക്കെ, ബെറിബെറി. ഇനി നമ്മുടെ വിറ്റാമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ H അത് ബയോട്ടിൻ ആണ്. ഓക്കെ, വിറ്റാമിൻ H എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്, അല്ലെങ്കിൽ B7 ആണ് വിറ്റാമിൻ H എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി വിറ്റാമിൻ G എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ G അത് റൈബോഫ്ലാവിൻ ആണ്. വിറ്റാമിൻ G എന്നറിയപ്പെടുന്നത് റൈബോഫ്ലാവിൻ ആണ്. B2. ഓക്കെ, B2 ആണ്. റൈബോഫ്ലാവിൻ ആണ് വിറ്റാമിൻ G എന്ന പേരിൽ അറിയപ്പെടുന്നത്. റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ B2 ആണ്. ഓക്കെ, B2 ആണ്. യെസ്, ശരി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയാം. C സ്കർവി ആണ്. D കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. മുതിർന്നവരിലാണെങ്കിൽ ഡിയുടെ കുറവ്, വിറ്റാമിൻ D യുടെ കുറവ് ഓസ്റ്റിയോമലേഷ്യക്ക് കാരണമാകുന്നു. അസ്ഥികൾ പൊട്ടിപ്പോവാനുള്ള ഒരു സംഗതി കാരണമാകുന്നു. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? ഓക്കെ, ലോകാരോഗ്യ ദിനം എന്നാ? ഏപ്രിൽ 7 അല്ലെ, ഏപ്രിൽ 7 ആണ് ലോകാരോഗ്യ ദിനം. അപ്പൊ ഏപ്രിൽ 17 എന്താണ്? ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനമാണ്. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനമാണ്. മെയ് 17 എന്ത് ദിനമാണ്? മെയ് 17 രക്താതിമർദ്ദ ദിനമാണ്. ഹൈപ്പർ ടെൻഷൻ ഡേ ആണ് മെയ് 17. അപ്പൊ 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നുള്ളതാണ് 2024 ലോകാരോഗ്യ ദിന
പ്രമേയം. ഓക്കെ, നെക്സ്റ്റ്, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏത്? ഓക്കെ, ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ഓപ്ഷൻ വെച്ചുകൊണ്ട് ഇതിന്റെ ആൻസറിലേക്ക് എത്താനാണ് നമുക്ക് പറ്റുക. അതായത് ഇവിടെ ആൻസർ ആയിട്ട് PSC കൊടുത്തിട്ടുള്ളത് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് ആണ്, മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ എന്നതുകൊണ്ട്. ഇവിടെ നമ്മുടെ സ്ട്രോക്ക് എന്ന് പറയുന്ന രോഗം 2 തരത്തിലുണ്ടാകാം. മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ചുകൊണ്ടാകാം, അതേപോലെ പൊട്ടിപ്പോയാലും ഉണ്ടാകാം. ഓക്കെ, പൊട്ടിപ്പോയാലും രക്തക്കുഴല് പൊട്ടിപ്പോയാലും ഉണ്ടാകാം. രക്തം കട്ട പിടിച്ചാലും എന്തുണ്ടാകാം? രക്തം കട്ട പിടിച്ചാലും സ്ട്രോക്ക് ഉണ്ടാകാം. ഇങ്ങനെ മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിച്ച് ഉണ്ടാകുന്ന പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് അറിയപ്പെടുന്ന പേര് ഇസ്കമിക് സ്ട്രോക്ക് എന്നാണ്. ഇനി രക്തക്കുഴലുകൾ പൊട്ടിപ്പോയിട്ടുണ്ടാകുന്ന സ്ട്രോക്ക് അറിയപ്പെടുന്ന പേര് ഹെമറേജിക് സ്ട്രോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഹെമറേജിക് സ്ട്രോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ 2 രീതിയിലും ഉണ്ടാകാം. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു അമിത രക്തസമ്മർദ്ദം എന്തായാലും രക്തക്കുഴലുകൾ പൊട്ടിയിട്ടല്ല ഉണ്ടാവുന്നത് നമുക്കറിയാം. അപ്പൊ അത് വരത്തില്ല. അതിറോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകളിൽ ഈ പ്ലാക്ക് അല്ലെങ്കിൽ ഒരുമാതിരി കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടിയിട്ട് രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഇങ്ങനെ വരത്തില്ലേ? ജസ്റ്റ് ഇങ്ങനെ രക്തക്കുഴലിൽ ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞു കൂടി, ഇതാണ്ടോ ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിരിക്കും. ഇതിന് നമ്മൾ പ്ലാക്ക് എന്നാണ് പറയുക. ഇങ്ങനെ കൊഴുപ്പ് രക്തക്കുഴലുകൾ അവിടെ എവിടെയായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുകയും കറക്റ്റ് ആയിട്ട് രക്തത്തിന് ഒഴുകി പോകാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതും അല്ല എന്ന് മനസ്സിലാക്കാം. ഇനി കൊറോണറി ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ തന്നെ രക്തം കട്ട പിടിക്കുന്നതാണ് ത്രോംബോസിസ്. കട്ട പിടിക്കുന്നതാണ് നമ്മൾ ത്രോംബോസിസ് എന്ന് പറയുക. ഇപ്പൊ കൊറോണറി ത്രോംബോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കൊറോണറി എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കൊറോണറി. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ ഒരു കട്ട പിടിക്കുക, ബ്ലഡ് ക്ലോട്ട് ആയി പോയി അവിടെ കട്ട പിടിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? കൊറോണറി ത്രോംബോസിസ്. ഓക്കെ, കൊറോണറി ത്രോംബോസിസ്. അപ്പൊ അതും അല്ല നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്കിവിടെ ആൻസർ എടുക്കാൻ പറ്റുന്ന പക്ഷാഘാതമാണ്. ഓക്കെ, ഇപ്പൊ ഹെമറേജ് എന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വാക്ക് ഇതിന് പകരമായിട്ട് ഹെമറേജ് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ അത് രക്തക്കുഴൽ പൊട്ടിപ്പോകുന്നതിന് നമ്മൾ പറയുന്ന വാക്കാണ് ഹെമറേജ്. ഓക്കെ, ഇപ്പൊ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് എടുത്തു പറഞ്ഞാലും അത് രക്തക്കുഴലിൽ പൊട്ടിപ്പോയിട്ടുണ്ടാകുന്ന ആ ഒരു സ്ട്രോക്കിനാണ് നമ്മൾ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഹെമറേജ് എന്നൊരു വാക്ക് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. ഇപ്പൊ ഇവിടെ ബാക്കി 3 ഓപ്ഷനും വരാത്തത് കൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് പക്ഷാഘാതം എടുക്കാം. അപ്പൊ പക്ഷാഘാതം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, രക്തക്കുഴലിൽ രക്തം കട്ട പിടിച്ചാലും പക്ഷാഘാതം ഉണ്ടാകും, അതേപോലെ പൊട്ടിപ്പോയാലും പക്ഷാഘാതം ഉണ്ടാകും. ഓക്കെ അല്ലടാ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാലോ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? വർദ്ധിച്ച വിശപ്പും ദാഹവും ആണല്ലേ? പ്രമേഹത്തിന്റെ ഒരു ലക്ഷണമാണ് വർദ്ധിച്ച വിശപ്പും ദാഹവും. കൂടെയുള്ള മൂത്രമൊഴിക്കൽ, യെസ്, പ്രമേഹത്തിന്റെ ലക്ഷണമാണ്. ക്ഷീണം ഉണ്ടാവുക, എപ്പോഴും ക്ഷീണം ഉണ്ടാവുക. ഭാരക്കുറവ്, ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, അതും ലക്ഷണത്തിൽ വരുന്നതാണ്. ഭാരക്കുറവ് അനുഭവപ്പെടുക എന്താണ്? പ്രമേഹത്തിന്റെ ലക്ഷണമാണ്. മങ്ങിയ കാഴ്ച തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഇപ്പൊ സംശയം പലർക്കും വന്നിരുന്നു, ഇത് ക്വസ്റ്റ്യൻ വന്ന സമയത്ത് പലരും സംശയമൊക്കെ ചോദിച്ചതാണ്. മങ്ങിയ കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുന്നുണ്ട്, ഈ പ്രമേഹമുള്ള ആൾക്കാർക്ക് നേത്രപടലത്തിന് കണ്ണിന് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. ബ്ലഡ് വിഷൻ വരും, അവർക്ക് കാഴ്ച മങ്ങും. ഓക്കെ, അങ്ങനെ പ്രമേഹജന്യമായിട്ട് കാഴ്ചയ്ക്കുണ്ടാകുന്ന പ്രശ്നം അറിയപ്പെടുന്ന പേരാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. പ്രമേഹജന്യമായിട്ട് കാഴ്ചയ്ക്കുണ്ടാകുന്ന പ്രശ്നം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഡയബറ്റിക് റെറ്റിനോപ്പതി. ഓക്കെ, അപ്പൊ ഈ 4 എന്താണ്? പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളാണ്. 4 പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളാണ്. എല്ലാം ശരി. ഓക്കെ, എല്ലാം ശരിയാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പരിശോധനയും ചികിത്സയ്ക്കും വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ഉണ്ടല്ലോ. ഏതാണ് ആ പദ്ധതി? ആ പദ്ധതിയുടെ പേര് നയനാമൃതം എന്നാണ്. ഓക്കെ, നയനാമൃതം. അപ്പൊ നമ്മുടെ സൈലം PSCയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ എല്ലാ പദ്ധതികളും ചേർത്തുകൊണ്ട് നമ്മൾ 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം, യൂസ്ഫുൾ ആയിരിക്കും. 2 വീഡിയോസ്, പാർട്ട് 1ഉം പാർട്ട് 2 നിർബന്ധമായിട്ടും കാണാത്തവർ കാണുക കേട്ടോ. ഓക്കെ, ശരി. നെക്സ്റ്റ്, അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമേത്? അപ്പോൾ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക, സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു ഫെസിലിറ്റീസ് കൂട്ടുക. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ആർദ്രം മിഷൻ ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആർദ്രം മിഷൻ. ഓക്കെ, ആർദ്രം മിഷൻ ആണ്. ആർദ്രം മിഷൻ. നെക്സ്റ്റ്,
മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമേത്? ഓക്കെ, ഇത് കുറച്ചു പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും, പക്ഷേ ഇത് നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാരിന്റെ സ്ഥാപനം. അപ്പൊ ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാത്തവർക്കുള്ള സ്ഥാപനമാണ് അത്. ആശാഭവനാണ് കേട്ടോ, ആശാഭവനാണ്. എന്താണ്? ആശാഭവനാണ്. ഇനി എന്താണ് പ്രതീക്ഷാഭവനും പ്രത്യാശാഭവനും? 18 വയസ്സ് കഴിഞ്ഞ എന്താണ് ബുദ്ധി വൈകല്യമുള്ളവർക്കുള്ള സംരക്ഷണ കേന്ദ്രങ്ങളാണ് പ്രതീക്ഷാഭവനും പ്രത്യാശാഭവനും. 18 വയസ്സ് കഴിഞ്ഞ് ബുദ്ധി വൈകല്യമുള്ള ആൾക്കാർക്കുള്ള സ്ഥാപനമാണ്. മറ്റേതെന്താണ്? മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ സംരക്ഷിക്കാനുള്ള സ്ഥാപനമാണ് ആശാഭവൻ. പ്രതീക്ഷാഭവൻ പുരുഷന്മാരിലാണ് പ്രതീക്ഷ, സ്ത്രീകളിലാണ് പ്രത്യാശ. സ്ത്രീകൾക്ക് ആശ, ആശ എന്ന പേരിടത്തില്ലേ സ്ത്രീകൾക്ക്? അപ്പൊ പ്രത്യാശ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ ബുദ്ധി വൈകല്യമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് പ്രത്യാശ, പ്രത്യാശാഭവൻ. 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള ബുദ്ധി വൈകല്യമുള്ള പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ് എന്ത്? പ്രതീക്ഷാഭവൻ. പ്രതീക്ഷാഭവൻ. അതിപ്പോ ഓർമ്മിച്ച് വെക്കണം കേട്ടോ, ആ ഒരു കാര്യം ഓർമ്മിച്ച് വെക്കണം. ആശാഭവനാണ് മാനസിക രോഗം ഭേദമായിട്ട് അവരെ ശുശ്രൂഷിക്കാൻ ആളില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം. ഇതേപോലെ മാനസിക രോഗം ഭേദമായിട്ട് ശുശ്രൂഷിക്കാൻ ആളില്ലാത്തവർക്കുള്ള ഒരു പുനരധിവാസ പദ്ധതിയുണ്ട്. പുനരധിവാസ പദ്ധതി അതെന്താണ്? അത് സ്നേഹക്കൂടാണ്. ഇതേ സെയിം സാധനത്തിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പേരാണ് സ്നേഹക്കൂട്. എന്താണ്? സ്നേഹക്കൂട്. സ്നേഹക്കൂട്, സ്നേഹക്കൂട്. നെക്സ്റ്റ്, കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമേത്? കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമേത്? ഏതാണ്? കുരങ്ങ് പനിയാണ് കേട്ടോ. കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കുരങ്ങുപനി. കുരങ്ങുപനിയാണ് കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അത് ഒരു സിയുടെ ഭാഗത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിയുടെ ഭാഗത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ്? അത് ഹാവിഷ്വർ ആണ്. ഹാവിഷ്വർ. ഹാവിഷ്വർ. ഹാവിഷ്വർ എന്നുള്ളതാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ. അതൊരു കറണ്ട് അഫയറിന്റെ കൂട്ടത്തിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ശരി, ഈ ഹെപ്പറ്റൈറ്റിസ് ആര് കാരണമാണെന്ന് നിങ്ങൾക്ക് അറിയാം. വൈറസ് കാരണമാണ്. ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ രോഗമാണെന്ന് അറിയാം. മഞ്ഞപ്പിത്തമാണ് അതിന്റെ ലക്ഷണങ്ങൾ. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ ഇങ്ങനെ 5 ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടല്ലേ. ഇതിൽ ജലജന്യമായിട്ടുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? മലിനമായ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ്. എയും ഇയുമാണ്. ഇത് ഓർമ്മിച്ചു വെക്കാൻ നമുക്ക് വാട്ടർ എന്ന് എഴുതാം. ജലജന്യമായിട്ടല്ലേ ഉണ്ടാകുന്നേ. വാട്ടർ എന്ന് എഴുതുമ്പോൾ അതിനകത്ത് ഈ നമ്മൾ പഠിച്ച ഹെപ്പറ്റൈറ്റിസുകൾക്കകത്ത് എയും ഇയും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ വാട്ടർ എന്ന് ആലോചിച്ചാൽ മതി, എയും ഇയും. വാട്ടർ എന്ന് ആലോചിച്ചാൽ മതി, എയും ഇയും. ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ് ജലജന്യമായിട്ടുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസുകൾ. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് LGSന് വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പോൾ പഠിച്ച കാര്യങ്ങളും ആ ക്വസ്റ്റ്യൻസും അതിന്റെ കണക്റ്റഡ് ഫാക്റ്റും ഒക്കെ നല്ലോണം നോക്കുക. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം മാക്സിമം എല്ലാവരും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു സെഷനിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് എക്സാം എഴുതൂ. ബൈ.